പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറെ പ്രത്യേകതകൾ നിറഞ്ഞ കുറച്ച് നക്ഷത്ര ജാതകരെ ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊന്ന് പരിചയപ്പെടാം. പ്രത്യേകതകൾ എന്ന് പറയുമ്പോൾ ഇവരുടെ വ്യക്തിത്വം കൊണ്ടും അതുപോലെ തന്നെ നല്ല സംസാര രീതികൾ കൊണ്ടുമൊക്കെ വേറിട്ട് നിൽക്കുന്ന സ്വഭാവം ഉള്ളവരാണ് ഇവർ. പൊതുവെ മറ്റാരെയും ഉപദ്രവിക്കരുത് എന്ന് ചിന്തിക്കുന്ന ഈ നക്ഷത്ര ജാതകരെ ആരൊക്കെ ചതിക്കാൻ ശ്രമിച്ചാലും ഇവർ കുതിച്ചുയരുക തന്നെ ചെയ്യും. അതിനുള്ള കാരണങ്ങൾ ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കുന്നു. ഈ നല്ല സ്വഭാവം കൊണ്ട് ഇവർക്ക് ലഭിക്കാൻ പോകുന്ന നല്ല അനുഭവങ്ങൾ, ഈ ആഴ്ചയിൽ ഇവരുടെ നക്ഷത്രഫലം എന്തെന്ന് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ തന്നെ ഒന്ന് പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് നോക്കാം, മേടം രാശിയിൽ പിറന്ന ഭരണി നക്ഷത്ര ജാതകരെ കുറിച്ച്. അതിശക്തരായ ഈ നക്ഷത്ര ജാതകർ ഒരാളുടെ മുന്നിലും അടിയറവ് പറയാതെ തിരിച്ചു വരുന്ന ദിവസങ്ങളാണ്. ഇവരുടെ ശരീരക്ഷീണവും നീർവീഴ്ചയുമൊക്കെ മാറി ആരോഗ്യപരമായിട്ട് തിരിച്ചു വരാനും തൊഴിൽ രംഗത്ത് പൂർവാധികം ശക്തമായിട്ട് പ്രവർത്തിക്കാനും എല്ലാം വരും ദിവസങ്ങളിൽ ഇവർക്ക് സാധിക്കും. ഇവരുടെ എക്കാലത്തെയും ആഗ്രഹമായ പുതിയൊരു വാഹനം എന്ന മോഹം പൂവണിയുന്ന സമയങ്ങൾ കൂടിയാണ് വരുന്നത്. ശത്രുക്കൾ പോലും മിത്രങ്ങളായിട്ട് മാറുകയും ഈശ്വര പൂജയിൽ ഭൂമിയിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കുകയും ചെയ്യും. ഇവർക്കൊരു മാരക രോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിൽ നിന്ന് മോചനവും ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന വ്യക്തികൾ തന്നെയാണ്. സജ്ജനങ്ങളെ അവരുടെ എതിർപ്പിനെ നേരിടേണ്ടി വരുന്നത് കുറച്ച് സങ്കടകരമായിരിക്കും, എങ്കിലും അതിനൊരവസാനം കാണും. എല്ലായിടത്തും മാന്യമായ സ്ഥാനം ലഭിക്കും. ഇവരുടെ പ്രാർത്ഥനകൾക്ക് ഫലം ലഭിച്ചു തുടങ്ങും. ത്വക്കുബന്ധിയായ അസുഖങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പാവപ്രവർത്തികൾക്ക് കൂട്ടുനിൽക്കാതിരിക്കുക. തൊഴിൽ രംഗം മെച്ചപ്പെടും. മനസ്വസ്ഥത വർദ്ധിക്കും. മുൻകോപം കുറഞ്ഞു തുടങ്ങും. ദുർവിചാരങ്ങളും കുറഞ്ഞു തുടങ്ങും. ഇവർ ദോഷപരിഹാരാർത്ഥം വിഷ്ണു ക്ഷേത്രത്തിൽ അപരാധ സൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി രോഹിണി നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ധനലാഭങ്ങൾ ധാരാളമായിട്ട് ലഭിക്കുന്ന സമയമാണ് രോഹിണി നക്ഷത്ര ജാതകർക്ക്. കാര്യസാധ്യങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും വേഗത്തിൽ ഇവർക്ക് ഉണ്ടാകും. ശരീരക്ലേശവും മനക്ലേശവും വളരെ കുറഞ്ഞു തുടങ്ങും. സുഖകാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിവരും. സ്ഥാനക്കയറ്റങ്ങൾ പ്രതീക്ഷിക്കാം. തൊഴിൽ സ്ഥലത്ത് അഗ്നിയുടെ ഉപദ്രവം, യന്ത്ര തകരാറുകൾ, കലഹങ്ങൾ തുടങ്ങിയവയ്ക്ക് സാധ്യതയുണ്ട്. ശ്രദ്ധ വേണം. നല്ല വാക്കുകൾ പറഞ്ഞ് മറ്റുള്ളവരുടെ പ്രീതി നേടാൻ സാധിക്കും. അപമാനം ഏൽക്കേണ്ട സാഹചര്യത്തിൽ നിന്നും കരകയറും. വിദ്യാഭ്യാസത്തിന് തടസ്സങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. പുതിയ തൊഴിൽ ലഭിക്കാൻ ഇടയുണ്ട്. വിവാഹ ആലോചനകൾ സഫലമാകും. തർക്ക വിഷയങ്ങളിൽ വിജയം വരിക്കും. മക്കളെക്കുറിച്ച് എപ്പോഴും ഉത്കണ്ഠപ്പെടാതിരിക്കുക. സഹോദരങ്ങളുടെ യോജിപ്പ് എല്ലാ കാര്യത്തിലും ലഭിക്കുകയും ചെയ്യും. ഇവർ ദോഷനിവാരണാർത്ഥം വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം നിവേദിച്ച് പ്രാർത്ഥിക്കണം. ഇനി പുണർദം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. തൊഴിൽ രംഗം മെച്ചപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നല്ല സമയമാണ്. ശത്രുക്കളുടെ ഉപദ്രവം കുറഞ്ഞു തുടങ്ങും. സുഖ അനുഭവങ്ങൾ ഉണ്ടാകും. സ്ഥാനമാനങ്ങളും ധനാഗമവും ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പലതരത്തിലുള്ള വിശേഷ വസ്ത്ര അലങ്കാര സാധനങ്ങൾ സമ്മാനമായിട്ട് ലഭിക്കും. പലവിധ ആപത്തുകളിൽ നിന്ന് മോചനം ലഭിക്കും. വ്രണങ്ങൾ, രക്തസ്രാവം, വിളർച്ച ഇവ ശ്രദ്ധിക്കണം. മാനക്ഷയത്തിന് ഇടയുണ്ട്. മനക്ലേശവും വീട്ടിലെ അസ്വസ്ഥതകളും കുറഞ്ഞു തുടങ്ങും. ധനകാര്യ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഉപാസനയ്ക്ക് ഭംഗം വരാതെ ശ്രദ്ധിക്കുക. വാക്കുദോഷം മൂലമുള്ള കലഹങ്ങളിൽ നിന്ന് കരകയറും.
ദൂരയാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകും. ഭാവി കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് അത് വിജയത്തിൽ എത്തിച്ചേരും. ശത്രുക്കളുടെ യാതൊരു പദ്ധതികളും ഇവർക്ക് മുന്നിൽ നടപ്പാകുകയും ഇല്ല. ഇവർ ദോഷ നിവാരണാർത്ഥം ഭദ്രകാളി ക്ഷേത്രത്തിൽ കുരുതി പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി പൂയം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. സഹോദരങ്ങൾ തമ്മിൽ ഒരു ദൃഢത വരാൻ പോവുകയാണ്. ശത്രുതയിൽ കഴിഞ്ഞ സഹോദരങ്ങൾക്ക് മറ്റുള്ളവർ ചതിച്ചതാണെന്നുള്ള തിരിച്ചറിവുണ്ടാകുകയും അതിൽ ഒരു മാറ്റം കണ്ടു തുടങ്ങുകയും ചെയ്യും. ഇനി ക്ഷമ കൂടുതലായിട്ട് ഇവർക്കുണ്ടാകുന്ന കാലഘട്ടമാണ്. ഇത്രയും കാലം അനുഭവിച്ച മരണതുല്യമായ അവസ്ഥകളിൽ നിന്നൊന്ന് കരകയറുകയും ദുർജനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ വിടുകയും ചെയ്യും. ചില അപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെടാനുള്ളൊരു സാധ്യത കൂടി കാണുന്നുണ്ട്. പൂർവികമായിട്ടുള്ള സ്വത്തുകൾ അനുഭവിക്കാൻ ഉള്ള യോഗവും വരും. ഭാര്യാഭർത്തൃ കലഹങ്ങൾ കുടുംബത്തിൽ കുറഞ്ഞു തുടങ്ങും. ഉദരരോഗം, നേത്രരോഗം, സന്ധിവേദന ഇവ ശ്രദ്ധിക്കണം. പുതിയ ഗൃഹ ഉപകരണങ്ങൾ വാങ്ങാൻ സാധിക്കും. തൊഴിൽ രംഗം മെച്ചപ്പെടും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നല്ല സമയമാണ്. പുതിയ കമ്പനികളിൽ ജോലിക്കായിട്ട് ശ്രമിക്കാം. തീർത്ഥാടനങ്ങൾ, വിനോദയാത്രകൾ തുടങ്ങിയവ നടത്താനും നല്ല സമയമാണ്. ഇവർ ദോഷ നിവാരണാർത്ഥം ശിവങ്കൽ മൃത്യുഞ്ജയ മന്ത്ര പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി ഭാഗ്യശാലികളായ ഉത്രം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ഇവരുടെ ജീവിതത്തിൽ നേരിട്ട് കൊണ്ടിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അതിജീവിക്കും. അയൽക്കാർ ശത്രുത മൂലം നൽകാതിരുന്ന വഴി ലഭിക്കാൻ സാധ്യതയുണ്ട്. ഗവൺമെൻറ് വക സ്ഥാപനങ്ങളുടെ ഇടപാടുകളിൽ വിജയം വരും. അലങ്കാര വസ്തുക്കളോട് താൽപ്പര്യം കൂടുതലാകും. കലഹഭയം വിട്ടൊഴിയും. ശത്രുക്കൾ അകന്നു പോകാൻ സാധ്യതയുണ്ട്. മക്കൾക്ക് സൗഖ്യവും ലഭിച്ചു തുടങ്ങും. ഇനി അങ്ങോട്ട് മനസ്സന്തോഷത്തിൻ്റെ കാലമാണ്. വാക്കുദോഷം ഉണ്ടാകുമെങ്കിലും പിന്നീടത് തിരുത്താൻ അവസരം ലഭിക്കും. മറ്റുള്ളവരെ പറ്റി നിന്ദ്യമായി സംസാരിക്കാതിരിക്കാൻ ഒന്ന് ശ്രമിക്കണം. ക്ലേശ അനുഭവങ്ങളിൽ നിന്ന് കരകയറും. അപവാദങ്ങൾ കേൾക്കേണ്ട സാഹചര്യത്തിൽ നിന്ന് മുക്തി ലഭിക്കും. നേത്രരോഗം, വാദബന്ധിയായ അസുഖങ്ങൾ ഇവയിൽ നിന്ന് യുക്തമായ ചികിത്സ വഴി ഒരു ശമനം ലഭിക്കും. വിവാഹ ആലോചനകൾ മറ്റുള്ളവർ തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്നവർക്ക് അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകുകയും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നല്ലൊരു വിവാഹ ആലോചന ഉറപ്പിക്കാനും സാധിക്കും. വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങൾ അതിജീവിക്കും. തർക്ക വിഷയങ്ങളിൽ വിജയം വരിക്കാനും സാധിക്കും. ഇവർ ദോഷ നിവാരണാർത്ഥം വിദ്യാർത്ഥികൾ ശിവങ്കൽ മേധാസൂക്തം പുഷ്പാഞ്ജലി കഴിക്കുകയും മറ്റുള്ളവർ ധാര കഴിക്കുകയും ചെയ്ത് പ്രാർത്ഥിക്കണം. ഇനി അത്തം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ശരീരക്ഷീണം കുറച്ച് കൂടുതലാണെങ്കിലും മറ്റ് രോഗങ്ങൾ ഒന്നും ഉണ്ടാകാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. വായ്ക്കുണ്ടാകുന്ന അസുഖങ്ങൾ, നേത്രരോഗങ്ങൾ ഇവ കുറഞ്ഞു തുടങ്ങും. കൂട്ടുകെട്ടുകളിൽ പെട്ട് ചില ദുസ്വപ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. കൂട്ടുകാരുമായിട്ട് ചേർന്ന് തെറ്റിലേക്ക് പോകാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുകയും വേണം. കാൽനട യാത്രകൾ ചില സമയങ്ങളിൽ ആവശ്യമായിട്ട് വരും. കാര്യസാധ്യങ്ങളും കാണുന്നുണ്ട്. അഗ്നിഭയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആരോഗ്യത്തെക്കുറിച്ച് ആശങ്ക ഉണ്ടാകും. ദാമ്പത്യ കലഹങ്ങൾ വഴിവിട്ടു പോകാതെ ശ്രദ്ധിക്കണം. എപ്പോഴും കലഹ മനോഭാവമായിരിക്കും. വിവാഹ ആലോചനകൾ ഉറപ്പിക്കാനാകാതെ ബുദ്ധിമുട്ടിയവർക്ക് അതിനും പരിഹാരം കണ്ടെത്താൻ സാധിക്കും. തൊഴിൽ രംഗം മെച്ചപ്പെടും. സുഹൃത്തുക്കളുമായിട്ടുള്ള കലഹങ്ങൾ ദേഹ ഉപദ്രവത്തിൽ എത്താതെ ശ്രദ്ധിക്കണം. ഇവർ ദോഷ നിവാരണാർത്ഥം വിഷ്ണുവിങ്കൽ ധന്വന്തരി മന്ത്ര പുഷ്പാഞ്ജലിയും സുദർശന മന്ത്ര പുഷ്പാഞ്ജലിയും കഴിച്ച് പ്രാർത്ഥിക്കുക. ഇനി അനിഴം നക്ഷത്ര ജാതകരെ കുറിച്ചാണ് നോക്കേണ്ടത്. ഉന്നത വിദ്യാഭ്യാസത്തിനൊരു വഴി തുറന്നു കിട്ടുകയാണ് അനിഴം നക്ഷത്ര ജാതകർക്ക്. തൊഴിൽ രംഗം മെച്ചപ്പെടാനുള്ള യോഗവും ഉണ്ട്. തൊഴിൽ ഉപകരണങ്ങൾക്ക് കേടുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റിവാങ്ങാൻ ഈ ആഴ്ചയിൽ തന്നെ അവസരം ഉണ്ടാകും. നല്ല രീതിയിൽ ധനലാഭവും പ്രതീക്ഷിക്കാം. വീട്ടിലും മനസ്സിലും സന്തോഷം നിറഞ്ഞ സാഹചര്യം സംജാതമാകും. ഇഷ്ടമുള്ള അന്നപാന സാധനങ്ങൾ ലഭ്യമാകും. കാര്യതടസ്സങ്ങൾ ഒരു പരിധിവരെ മാറിക്കിട്ടും. സ്ഥാനമാനങ്ങൾ ലഭിക്കും. പലവിധ ഭാഗ്യ അനുഭവങ്ങളും ഉണ്ടാകും.
വാക്ക് സാമർഥ്യം കൊണ്ട് പല കാര്യങ്ങളും നേടാനും സാധിക്കും. ബന്ധുജനങ്ങൾക്ക് ക്ഷേമ ഐശ്വര്യം ഉണ്ടാകും. യാത്രകൾ കൊണ്ട് പ്രതീക്ഷിക്കുന്ന ഫലവും ഇവർക്ക് ലഭിക്കും. ഇവർ ദോഷപരിഹാരാർത്ഥം ചെയ്യേണ്ടത് ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക.